കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, വലിയ ദുഃഖത്തിൻ്റെ വേദനയുടെ നിമിഷങ്ങളിലാണല്ലോ എല്ലാവരും, പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട കുടുംബവും അതുപോലെ MCBS സന്യാസ സമൂഹവും. ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യന് അഗ്രാഹ്യമാണെന്നത് ചിലപ്പോഴെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് മറുപടിയില്ലാത്ത അവസ്ഥയിൽ എന്തുകൊണ്ടിങ്ങനെ എന്ന ചോദ്യത്തിന് മുമ്പിൽ വിശദീകരണങ്ങളില്ലാതെ നിൽക്കുന്നു. ദൈവം തന്റെ പ്രിയപ്പെട്ട ഒരു മകനെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചു. പ്രിയപ്പെട്ട സുരേഷ് കർത്താവിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ചു. പക്ഷേ കർത്താവ് കുറഞ്ഞ ഒരു നാൾ ആ മകനിലൂടെ ആവശ്യപ്പെട്ടതെല്ലാം പൂർത്തിയാക്കി തന്റെ പക്കലേക്ക് തിരികെ വരാൻ, നിത്യമായ കിരീടം നൽകി അനുഗ്രഹിക്കാൻ ആ മകനെ സ്വർഗഭവനത്തിലേക്ക് തെരഞ്ഞെടുത്തു. അതാണ് ദൈവത്തിന്റെ ഹിതമെന്നത് മാനുഷിക ഭാഷയിൽ നമുക്ക് പറയാൻ ആവുമെങ്കിലും എന്തുകൊണ്ട് ഇത്ര വേഗത്തിൽ ഇങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. അവിടെയാണ് മനുഷ്യൻ കാണാത്ത ദൈവത്തിന്റെ വഴികൾ, മനുഷ്യന്റെ പരിമിതമായ ചെറിയ കാഴ്ചയിൽ തെളിയാത്ത ഒരുപിടി കാര്യങ്ങൾ സ്വർഗത്തിന്റെ കാഴ്ചയിലുണ്ട് എന്ന സത്യം. എത്രയെല്ലാം ആശ്വാസവാക്കുകൾ പറഞ്ഞാലും അതൊന്നും സ്വീകരിക്കാനാവില്ല സ്വാഭാവികമായിട്ടും കുടുംബാംഗങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമെല്ലാം. അതുപോലെ കോൺഗ്രിഗേഷനും ഏറെ വേദനയിൽ ആണ്. കർത്താവിന്റെ ഹിതത്തിന് മുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം. വിപരീതമായ അനുഭവങ്ങളുടെ നടുവിൽ, ഉത്തരം കിട്ടാത്ത നീറുന്ന വേദനകളുടെ നടുവിൽ നമ്മൾ ചിലപ്പോഴെല്ലാം വല്ലാതെ ഭാരപ്പെടുന്ന സമയത്ത് ഒരു ഇരുട്ട് മാത്രമായിരിക്കും മുമ്പിലുള്ളത്. പക്ഷേ കർത്താവിന് നമ്മെ തന്നെ വിട്ടുകൊടുത്തൊന്ന് സമർപ്പിച്ചാൽ ആ ഇരുട്ടു കീറി മുറിച്ച് ഒരു പ്രകാശധാര പോലെ ആശ്വാസത്തിന്റെ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ എത്തുമെന്നത് ഒരു സത്യമാണ്. ചില നിർണായകമായ അത്തരം നിമിഷങ്ങളിൽ, പ്രത്യേകിച്ചും വിരഹം മൂലമുണ്ടാകുന്ന വിവരിക്കാനാവാത്ത സങ്കടങ്ങളുടെ നടുവിൽ നമ്മൾ അറിയാതെ ഒരു വെളിച്ചം, ഒരു ഉത്തരമായിട്ട് ദൈവം നമുക്ക് തരുമെന്നത് ഒരു സത്യമാണ്. അത് വ്യക്തിപരമായ എന്റെ ഒരു അനുഭവം കൂടിയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ചിലപ്പോൾ അനുഭവപ്പെടും. പക്ഷെ മാനുഷിക രീതിയിൽ എത്ര കൂട്ടിക്കിഴിച്ചാലും, എത്രയെല്ലാം റീസണബിൾ ആയിട്ട് ചിന്തിച്ചാലും നമുക്ക് ഉത്തരം കിട്ടുകയില്ല. വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ ഇത്തരം വളരെ വ്യാഖ്യാനിക്കാനാവാത്ത സങ്കട നിമിഷങ്ങളിൽ ഉത്തരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്നതാണ് സത്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും എന്നുള്ള ഒരു സത്യം ദൈവവചനമാണ്. നിയമാവർത്തന പുസ്തകം 32:10 ഇങ്ങനെയാണ്: മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവിടുന്ന് അവനെ കണ്ടെത്തി, വാരിയെടുത്തു, ആശ്ലേഷിച്ചു, കണ്ണിലുണ്ണിയായി പരിചരിച്ചു എന്ന്. മരുഭൂമി അനുഭവങ്ങളും തിക്തമായ വല്ലാതെ പൊള്ളിക്കുന്ന അനുഭവങ്ങളുമൊക്കെ മനുഷ്യജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകാനിടയുണ്ട്. എന്നല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകാതിരിക്കുകയുമില്ല. അത്തരം ഒരു വല്ലാത്ത പൊള്ളിക്കുന്ന, ഉത്തരം കിട്ടാത്ത ഏകാന്തതയുടെ വല്ലാത്തൊരു ഇരുണ്ട നിമിഷത്തിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. അവിടെ ഒരു കാര്യം തിരുവചനം മുൻകൂട്ടി പറഞ്ഞു ഉറപ്പു തരുന്നുണ്ട്: ഈ ശൂന്യതയുടെ നടുവിൽ അവിടുന്ന് കൂടുതൽ അടുത്തുണ്ട്, മറ്റെന്നത്തേക്കാളുപരി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു ആശ്ലേഷിക്കാൻ കർത്താവിന്റെ കരുതലുള്ള കരം. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട ജെയിംസ് ചേട്ടൻ, അതുപോലെ മേരിക്കുട്ടി ചേച്ചി, മക്കൾ, സഹോദരങ്ങൾ, കോൺഗ്രിഗേഷൻ ബാച്ചുകാർ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് സത്യം. കുറെ കൂടി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു കരം, ദൈവത്തിന്റെ കരം. ദൈവം
ഒരിക്കലും ഒന്നും അരുതാത്തത് ചെയ്യില്ല. God can never commit a mistake. ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റുകയില്ല. എല്ലാം നന്മയ്ക്കായിട്ട് മാത്രമേ അവിടുന്ന് ചെയ്യുകയുള്ളൂ. നമ്മുടെ ഈ കൊച്ചുബുദ്ധി കൊണ്ട് എത്ര ചിന്തിച്ചാലും അതിന് ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ ബുദ്ധിയുടെ പരിമിതി അത്ര കണ്ടുണ്ട്. ഈ പരിമിതമായ ചിന്തകൾക്കപ്പുറത്ത് അതിനെ ഉല്ലംഘിക്കുന്ന വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ ഇത്തരം അവസരങ്ങളിൽ നമുക്ക് അർത്ഥവും ഉത്തരവും കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്നതാണ് സത്യം. പിന്നെ ആത്യന്തികമായിട്ട് ഇതിനെല്ലാം ഉള്ള ഉത്തരം കാൽവരിയിലെ കുരിശിലാണ്. കാൽവരിയിലെ കുരിശിൻ ചുവട്ടില് നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിൽ ഇതിന്റെ ഉത്തരമുണ്ട്. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാൻ എന്ന ശിഷ്യന്റെ കണ്ണുകളിൽ ഇതിന്റെ ഉത്തരമുണ്ട്. കാൽവരിയിൽ നിന്നും മലയിറങ്ങുന്ന പരിശുദ്ധ അമ്മയും യോഹന്നാനുമൊക്കെ നിരാശരായിട്ടല്ല, വലിയൊരു സത്യത്തിന്റെ തിരിച്ചറിവിലാണ്. മരണം ഒരു ഒടുക്കമല്ല, അത് വലിയ രക്ഷയുടെ, പ്രത്യാശയുടെ, രക്ഷാകരമായ ഉത്ഥാനത്തിന്റെ ഉത്സവമാണെന്ന് തിരിച്ചറിവിൽ കാൽവരിയിലെ കുരിശിലേക്ക് നോക്കി എല്ലാത്തിനും ഉത്തരം കണ്ടെത്താൻ നമുക്കൊക്കെ സാധിക്കട്ടെ. പ്രിയപ്പെട്ട ഈ മകൻ വളരെ ഭംഗിയായി വിശുദ്ധിയിൽ ജീവിച്ച് തന്റെ ദൗത്യം പൂർത്തിയാക്കി. 33 വർഷങ്ങളെന്ന് പറയുന്നത് ഈശോയുടെ പ്രായമാണെന്ന് ഓർക്കണം. എത്രയോ ഭാഗ്യപ്പെട്ട ഒരു ജീവിതം, ഭാഗ്യപ്പെട്ട ഒരു മരണം. 33 വർഷങ്ങള് എണ്ണി തിട്ടപ്പെടുത്തിയതുപോലെ ഈശോ 3 വർഷങ്ങൾ പരസ്യ ജീവിതം, അതിനെന്തൊരു പൂർണ്ണതയായിരുന്നു! അത് രക്ഷാകരമായ പൂർണ്ണതയായിരുന്നു. അതിന് ആ രക്ഷാകരമായ പൂർണ്ണതയിൽ അവൻ ലോകത്തിന്റെ രക്ഷകനായി മാറി. ദൈവം മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയിൽ രക്ഷകന്റെ പരസ്യ ശുശ്രൂഷകൾ ചെയ്തത് കേവലം 3 വർഷം മാത്രം. നമ്മുടെ പ്രിയപ്പെട്ട ഈ മകൻ സുരേഷും 33 വയസ്സിൽ ആ രക്ഷകനോട് ചേർന്ന് മരിച്ചുയർക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മകനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജെയിംസ് ചേട്ടനും കുടുംബാംഗങ്ങളും ഒക്കെ ഓർക്കണം, ഈശോയെ പോലെ മരിച്ചുയർക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മകനെ ഞങ്ങൾക്ക് നീ തന്നല്ലോ എന്നുള്ള ആ ചിന്ത, അതിനേക്കാൾ ഭാഗ്യപ്പെട്ടതൊന്നും വേറെ ഇല്ലെന്ന് ഓർക്കുക. കർത്താവിന്റെ പ്രായത്തിൽ തന്നെ കടന്നു പോകാനായിട്ട് ഭാഗ്യം കിട്ടിയ ഒരു മകൻ ഞങ്ങൾക്ക് നീ തന്നു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം മാനുഷികമായ രീതി ചിന്തിക്കുമ്പം അത് എണ്ണിയെടുക്കും. നമ്മൾ അത്രയും ജീവിച്ചു, ഇത്രയും ജീവിച്ചു എന്നൊക്കെ. എത്ര ജീവിച്ചാലും ഒരിക്കലും ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകാനുള്ളതാണ് നമ്മുടെ എല്ലാം ജീവിതം. ഒരു എക്സ്പെഡസ് ഉണ്ട് നമുക്കെല്ലാം. പെസഹായാണത്. ആ പെസഹ മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യ ഘടകമാണ്. ആ പെസഹ ഏറ്റവും നേരത്തെ തന്നെ ജീവിച്ച് പൂർത്തിയാക്കിയ ഒരു പ്രിയപ്പെട്ട മകൻ ഞങ്ങൾക്കുണ്ട്. ആ മകൻ സ്വർഗത്തിലെത്തി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ച് കർത്താവിനോട് ചേർന്ന് മഹത്വത്തിന്റെ കിരീടമണിഞ്ഞുണ്ടാകും എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതൊരു കേവലം ആശ്വാസവാക്കൊന്നുമല്ല. ആശ്വാസവാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല ഇത്തരം വേദനിക്കുന്ന നീറുന്ന അനുഭവങ്ങളിൽ. വിശ്വാസത്തിന്റെ വാക്കുകളാണിതെല്ലാം. കർത്താവിന്റെ സന്നിധിയിൽ മഹത്വത്തിന്റെ കിരീടമണിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അഭിമാനമായിട്ട് നീ ഞങ്ങൾക്ക് തന്ന ആ മകൻ സ്വർഗത്തിലുണ്ടാകും എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഭാഗ്യം മാതാപിതാക്കൾക്ക് കിട്ടാൻ വേറെ ഇല്ല, സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും MCBS കോൺഗ്രിഗേഷനും. അതുകൊണ്ട് ഈശോയെ പോലെ തന്റെ കുറഞ്ഞ ഒരു കാലഘട്ടത്ത് വൈദികനായി തീക്ഷ്ണതയോടുകൂടി ഒരു പ്രേക്ഷിതനായി ജീവിച്ചു. തീക്ഷ്ണതയോടുകൂടി തന്റെ ദൗത്യമെല്ലാം നിർവഹിച്ചു. അങ്ങനെ തന്റെ ദൗത്യം ഏറ്റവും നന്നായി പൂർത്തിയായി. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് തന്റെ ചാരത്തേക്ക് ആ പ്രിയ മകനെ ചേർത്ത് പിടിച്ചു. അതൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചവരായി കാണാൻ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് എന്റെ ആശംസയും പ്രാർത്ഥനയും. പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പൂർത്തിയാകുന്നത് എത്ര നാൾ നീണ്ടോ, എത്ര വർഷങ്ങൾ കഴിഞ്ഞോ എന്നുള്ളതിനൊന്നും പ്രസക്തമല്ല. പൂർത്തിയായിരിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് കർത്താവ് കുരിശിൽ വെച്ച് പറഞ്ഞത് 3 വർഷത്തെ പ്രവർത്തനങ്ങൾ പൂർത്തിയായപ്പോഴാണ്. എവരിതിങ് ഈസ് അക്കംപ്ലിഷ്ഡ്. ഈ പ്രിയപ്പെട്ട മകനും അങ്ങനെ തന്നെ കർത്താവിന്റെ മുമ്പിൽ പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പൂർത്തിയായി, ഭംഗിയായിട്ട് പൂർത്തിയായി, ഏറ്റവും നന്നായി ചെയ്തു. അതുകൊണ്ട് നല്ല ഓട്ടമോടി ഏറ്റവും നന്നായി പൂർത്തിയാക്കി ഇതാ കടന്നു വരുന്നു.
അതൊരു വലിയ അനുഗ്രഹമായി നമുക്ക് കരുതാം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, നിങ്ങളെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കും. ഈ മകന്റെ പ്രാർത്ഥന നിങ്ങളുടെ കണ്ണീരൊപ്പും. നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹവും ഐശ്വര്യവും കൂടുതലായിട്ട് ഈ മകന്റെ പ്രാർത്ഥനയിലൂടെ ലഭിക്കുമെന്നതും ഒരു സത്യമാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയും. അങ്ങനെ ഒരു വലിയ ബന്ധത്തിൽ പിന്നെ ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകുന്നവരാരും എങ്ങും പോകുന്നില്ലെന്നുള്ളതാണ് സത്യം. അവരൊക്കെ സ്വർഗത്തിലായിരുന്ന് ആത്മീയമായി കുറച്ചുകൂടി നമ്മുടെ അടുത്തുണ്ടാകും. അൾത്താരയിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതന്റെ സാന്നിധ്യം പോലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം ആ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. പ്രാർത്ഥനയുടെ വേളകളിൽ ആ മകനും നിങ്ങളോടൊപ്പം കൂടെ ചേരും. നിങ്ങളോടൊപ്പം നേരിട്ട് കൺകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ആന്തരികമായ കാഴ്ചയിൽ നിങ്ങൾക്ക് ഈ മകനെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഒരു നിത്യതയിലേക്കാണല്ലോ കടന്നു പോകുന്നത്. അത് ആരും ഈ ഭൂമിയിൽ നിന്നും ഇല്ലെന്നാവുകയല്ല, മറ്റൊരു സൗഭാഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇന്ന് ഈ മകന് നമ്മോട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവൻ പറയുമായിരുന്നു, എന്നെ ഓർത്ത് ഇനി ഭാരപ്പെടരുത്. എന്തോ ഒരു ഭാഗ്യപ്പെട്ട ഒരു ജീവിതത്തിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത്ര നേരത്തെ നിങ്ങൾക്ക് മുൻപേ നിങ്ങളെ കാത്തിരിക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്റെ ദൗത്യം പൂർത്തിയാക്കി ഞാൻ സ്വർഗത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിന് നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടാനില്ല. നിങ്ങൾ എന്നെ കർത്താവിന് കൊടുത്തു. കർത്താവ് എന്നിലൂടെ അവന്റെ ദൗത്യങ്ങൾ പൂർത്തിയാക്കി അവിടുത്തെ വീട്ടിലേക്ക്, നിത്യമായ സൗഭാഗ്യത്തിലേക്ക്, നിങ്ങളെല്ലാം വരാനിരിക്കുന്ന ആ ഭവനത്തിലേക്ക് നിങ്ങൾക്ക് മുൻപേ എന്നെ വിളിച്ചു. അതുകൊണ്ടിനി എന്നെ ഓർത്ത് കണ്ണീരൊഴുക്കരുത് എന്ന് പറയും. അത് അവന്റെ കേൾക്കാനാവാത്ത ഒരു ഭാഷയാണ്. അത് വിശ്വാസത്തിന്റെ ഒരു കേൾവിയിലൂടെ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഈ മകൻ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ. അത് കേൾക്കാൻ, കാതോർക്കാൻ കഴിയട്ടെ. ഈ പ്രിയ മകന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെങ്കിലുമൊക്കെ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും കർത്താവ് ക്ഷമിച്ച് എത്രയും വേഗം അവിടുന്ന് ഒരുക്കിയ നിത്യ സൗഭാഗ്യത്തിന്റെ കിരീടമണിയിക്കാൻ പ്രിയപ്പെട്ട ഈ മകന് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാം. ഈ അച്ഛൻ സ്വർഗത്തിലെത്തി കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും കോൺഗ്രിഗേഷന് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കുമെന്നുള്ളതും സത്യമാണ്. പ്രിയപ്പെട്ട ജെയിംസ് ചേട്ടനെ വളരെ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള ഒരു അടുപ്പമാണ് കുടുംബത്തോടുള്ള നല്ല അടുപ്പമായിട്ടൊക്കെ മാറിയത്. കുടുംബാംഗങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു. നിങ്ങളുടെ ദൈവം ശക്തിപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 3 പേരാണല്ലോ അച്ഛനുള്ളത്. സച്ചു, ആൻമരിയ, ഐറിൻ, അൽഫോൻസ. എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. 2020 ജാനുവരി 1 തിരുപ്പട്ടം സ്വീകരിച്ച ആ മകൻ 25 സ്വർഗം പ്രാപിക്കുന്നു എന്നുള്ള ആ ഭാഗ്യത്തിന് നമ്മളെല്ലാം സാക്ഷികളാവുകയാണ് എന്ന ഒരു സത്യം കൂടി നമുക്ക് ഓർക്കാം. അതും ഈശോയുടെ തന്നെ ആ പ്രായത്തിൽ എന്ന കാര്യവും നമുക്ക് സ്നേഹത്തോടുകൂടി ഓർക്കാം. ദൈവം എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ. വേദനിക്കുന്ന കുടുംബാംഗങ്ങളോടും സന്യാസ സമൂഹത്തോടുമുള്ള അനുശോചനം ഔദ്യോഗികമായി രൂപതയുടെ പേരിലും ഞാൻ അറിയിക്കുന്നു.